ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിരന്തരം കേരളമെമ്പാടുമുള്ള വിവിധ ഹിന്ദു സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമുള്ള വിവിധ സംഘടനകൾ, ആ സംഘടനകളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ടെലിഫോൺ വഴിക്ക് ലെക്ചർ കൊടുക്കാറുണ്ട്. ഇമെയിലിലൂടെയും മറ്റ് വഴികളിലൂടെയുമുള്ള കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്താറുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ ധാരാളം വ്യക്തികളുമായി ഹൈന്ദവ ജനതയുടെ നവോത്ഥാനത്തെക്കുറിച്ചും പ്രസ്ഥാനങ്ങളുടെയും ധർമ്മത്തിൻ്റെയും നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായിട്ട് നമ്മൾ ആരോടെല്ലാമാണോ സംസാരിക്കുന്നത് അവരെല്ലാം മുമ്പോട്ട് എടുത്തിടുന്ന രണ്ട് വിഷയങ്ങളിലൊന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുപോലെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ G. സുകുമാരൻ നായരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒരു വിലയിരുത്തലുകളാണ് പതിവ്. വെള്ളാപ്പള്ളി നടേശൻ ജി ഹൈന്ദവ ജനതയുടെ ഐക്യത്തിന് വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ, സമ്മേളനങ്ങൾ, മീറ്റിങ്ങുകൾ, ആവശ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്നുവോ, അദ്ദേഹം ഏതെല്ലാം സംഘടനകളുമായിട്ട് ബന്ധപ്പെടണമെന്ന് വിവിധ സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം എത്തുകയും ഹൈന്ദവ ജനതയുടെ ഐക്യത്തിനും സംഘടനാ ബലം പ്രദർശിപ്പിക്കുന്നതിനും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്നതിനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കുന്നതിനും കൂടാതെ സ്വന്തം സമുദായത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഒരു അഭിപ്രായമാണ്, വിലയിരുത്തലുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവ പരമ്പരകളാണ് SNDPയിൽ അവരുടെ സംഘടനാ ശൃംഖലകളിൽ പ്രവർത്തകരിൽ എനിക്ക് നേരിട്ട് കാണാനും അതുപോലെ തന്നെ അറിയാനും ചർച്ച ചെയ്യുമ്പോൾ വിലയിരുത്തപ്പെടാനും എല്ലാം സാധിക്കുന്നത്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക എന്ന ആ ഒരു ഉജ്ജ്വല സന്ദേശം അവർ മാത്രമല്ല മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നു. തിരുവിതാംകൂർ ഈഴവ മഹാസംഗമം അത്ര ഗംഭീര വിജയമായിരുന്നു. അതുപോലെ യുവസംഗമം ജില്ലകൾ തോറും നടക്കുന്നു, വനിതാ സംഗമം ജില്ലകൾ തോറും നടക്കുന്നു, അതിലെല്ലാവരും പങ്കെടുക്കുന്നു. ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നു. മറ്റ് ഹിന്ദു സംഘടനകളെ ഈ SNDPയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്ക് പ്രധാനമായ പ്രഭാഷണത്തിന് പോലുമുള്ള അവസരം കൊടുക്കുന്നു മുഖ്യ പ്രഭാഷകരായിട്ട്. ശരിക്ക്
ഹൈന്ദവ ജനതയുടെ ഏത് കാര്യത്തിനും ചുക്കാൻ പിടിക്കാൻ പാകത്തിന് വെള്ളാപ്പള്ളി നടേശനും SNDPയും ആത്മീയമായും ഭൗതികമായും മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ NSSുമായി ബന്ധപ്പെട്ട 3 വ്യക്തികളെക്കുറിച്ച് അറിയാതെ ചിന്തിച്ചു പോവാണ്. 1 പണിക്കര്, 2 പിള്ള, 3 നായര്. പണിക്കര് ഇന്ന് ലോകത്തിലില്ല. NSSനെ 10-25 വർഷം സെക്രട്ടറിയായി ഭരിച്ച് ആ സംഘടനയെ ഏതാണ്ട് ഒന്നിനും കൊള്ളില്ലാത്ത രീതിയിലാക്കിയിട്ട് കുറേ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു വരി പോലും ആ സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം നിൽക്കുന്നവരെ എതിർക്കാത്ത, ഒരു വരി പോലും പറഞ്ഞ് എതിർക്കാത്ത കുറേ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഞെളിഞ്ഞ് നടന്ന് 3 ദശാബ്ദക്കാലം ആ NSSനെ അവഹേളിച്ച് അധപ്പതിപ്പിച്ച് ഒരു സെക്രട്ടറി നിലനിന്നു. എല്ലാവരും NSSകാർ ഉൾപ്പെടെ നാരായണ പണിക്കരെ അയാൾ പോവാത്തയിടത്തോളം ഈ സംഘടന നന്നാവില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചു. സംഘടനയ്ക്ക് സെക്രട്ടറി ഒരു ഭാരമാവുക, സെക്രട്ടറിക്ക് സംഘടന ഒരു ഭാരമാവുക. പലരും നാരായണ പണിക്കരോട് ചോദിച്ചിട്ടുണ്ട്, SNDP അസാധാരണമായിട്ട് വികസിക്കുന്നു, വളരുന്നു, ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും വളരുന്നു, എന്തുകൊണ്ട് NSS മാത്രം വളരുന്നില്ല എന്ന് ഞാൻ തന്നെ നാരായണ പണിക്കരുടെ വീട്ടിൽ ചെന്ന് ഒരു ദിവസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉള്ളത് തന്നെ മര്യാദയ്ക്ക് നടത്താൻ പറ്റണില്ല, ഇനി വികസിച്ച് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, എന്തിനാ ക്രിസ്ത്യാനികളുമായിട്ട് ഇത്രയും വലിയ കൂട്ടുകെട്ട് ഹിന്ദു സംഘടനകളെ നന്മ നിറഞ്ഞ രീതിയിൽ നടത്തിക്കൂടെ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു നായരുടെ വീട്ടിൽ പോയാൽ 100 രൂപ തരും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ 1000-ഉം 10,000-ഉം തരും. ആ ക്രിസ്ത്യാനി തരുന്ന അത്രയും കാശ് നായരുടെ അടുത്ത് നിന്ന് ഉണ്ടാക്കണമെങ്കിൽ 10-40 വീടുകൾ കയറി ഇറങ്ങണം. അപ്പം ഏതാണോ ഗോപാലകൃഷ്ണ നല്ലത് എന്നായിരുന്നു ചോദിച്ചത്. ശരിക്ക് ഒരു വേദനാജനകമായിട്ടുള്ള ആ മനുഷ്യൻ പോയാലെങ്കിലും NSS നന്നാവുമോ എന്നൊരു ധാരണയുണ്ടായി. അടുത്ത കാലത്ത് വേറൊരു സംഭവം ബാലകൃഷ്ണ പിള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. സ്വന്തം മകനെ മന്ത്രിസഭയിൽ നിന്നിറക്കാൻ മരുമകളെയും കുടുംബത്തെയും എല്ലാം നികൃഷ്ടമായ രീതിയിൽ TV-യിലൂടെ പറഞ്ഞ് ഒരു അച്ഛനും ചെയ്യാത്ത അത്രയും നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത് മദനിയെ പോലെയുള്ള വ്യക്തികൾ എനിക്ക് ജനിക്കാതെ പോയ മകനാണ്, മദനിയായിരുന്നു എനിക്ക് മകനായിട്ട് ജനിക്കേണ്ടിയിരുന്നത് എന്ന് അർത്ഥവത്തായ രീതിയിൽ തന്നെ പറയാൻ തറ ലെവലിലേക്ക് എത്തിയ ബാലകൃഷ്ണ പിള്ളയുമായിട്ട് ഒരു സംഭവം അടുത്ത കാലത്ത് റാന്നി ഹിന്ദുമത സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം എനിക്ക് അനുവദിച്ചിരുന്നു. എനിക്ക് വേണ്ടി 19-ാം തീയതി വെച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, 1 മണിക്കൂറോളം ലക്കും ലഗാനും ബുദ്ധിസ്ഥിരതയും ഇല്ലാത്ത വിധത്തിൽ പല വിഷയങ്ങളും ചേർത്ത് ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘാടകരോട് പറഞ്ഞു, എനിക്കിത് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ വരെ പോകാനുള്ളതാണ്, കൂടുതൽ സമയം എനിക്കിരിക്കാനുണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് ഈ ബാലകൃഷ്ണപിള്ള ഇന്ന് പ്രഭാഷണത്തിന് വന്നത്? യഥാർത്ഥത്തിൽ ബ്രോഷർ പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമല്ലല്ലോ. എനിക്ക് കേൾക്കാൻ സാധിച്ച അത്ഭുതകരമായൊരു വസ്തുത, അയാൾ വന്നു സാറേ, അയാൾക്ക് മറ്റന്നാളായിരുന്നു പ്രഭാഷണം വെച്ചിരുന്നത്. മറ്റന്നാൾ 21-ാം തീയതി വെച്ച പ്രഭാഷണം 21-ാം തീയതി വരാൻ സാധിക്കില്ല എന്ന കാരണത്താൽ ഇന്ന് വന്നു, തന്നെത്താനെ സ്റ്റേജിൽ കയറി
മൈക്ക് മേടിച്ചു. എന്നിട്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇനി നിർത്താൻ പറയുന്നത് മോശമല്ലേ സാറേ? മനുഷ്യത്വരഹിതമല്ലേ അയാളോട് നിർത്താൻ പറയുന്നത്? പക്ഷേ വേദന തോന്നുന്നു, അയാൾ തന്നെത്താനെ ചെയ്തതാ. ഒരു തരത്തിൽ ഇംഗ്ലീഷുകാർ പറയുകയാണെങ്കിൽ ബാലകൃഷ്ണപിള്ള സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. ബാലകൃഷ്ണപിള്ള രോഗം. വേണ്ടതിനും വേണ്ടാത്തതിനും തനി മാടമ്പിയുടെ രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ അവഹേളിക്കുകയും സ്വന്തം രക്തത്തിൽ പെടുന്ന മകനെ പോലും നിഷേധിക്കുകയും പുച്ഛിക്കുകയും ചെയ്ത ആ ബാലകൃഷ്ണപിള്ള ഇന്ന് ഏതാണ്ട് NSS എന്ന സംഘടനയുടെ ഒരു എംബ്ലം, ചിഹ്നമായിരിക്കുന്നത് പോലെ തോന്നുന്നു. എങ്ങനെയാണോ പണിക്കർ NSSനെ നശിപ്പിച്ചത്, അതുപോലെ ബാലകൃഷ്ണപിള്ള എന്ന NSS ബോർഡ് മെമ്പർ എങ്ങനെയാണോ അവനവൻ്റെ കുടുംബത്തെയും അവനവൻ്റെ പാർട്ടിയെയും അവനവൻ്റെ കസേരയെയും ഒരു സമുദായത്തെയും അവഹേളിച്ചത്, അതിൽ നിന്ന് വലിയ വ്യത്യാസമുള്ള രീതിയിലല്ല ജി സുകുമാരൻ നായരുടെ പ്രവർത്തനം. ഞാൻ തുടക്കത്തിൽ പറയേണ്ടായി, കേരളമെമ്പാടും പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴും കേരളത്തിന് പുറത്തുള്ള ഹൈന്ദവ സംഘടനകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴും അവരുടെ എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് ഒരേപോലെ കേൾക്കാൻ സാധിക്കുന്നത് നാരായണ പണിക്കരേക്കാളും ഗതികെട്ട രീതിയിലാണ് ഇപ്പൊ NSS പോകുന്നത്. ആദ്യം സുകുമാരൻ നായരുടെ വാക്കുകളും പ്രവൃത്തികളും SNDPയുമായി യോജിച്ചുള്ള പ്രവർത്തനങ്ങളുമെല്ലാം അഭിമാനത്തോടുകൂടി കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഹൈന്ദവ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുമിച്ച് രണ്ട് വലിയ സംഘടനകൾ വന്നതിൽ ആത്മാഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനെ കയറി ഒരു വലിയ സംഘടനയുടെ തലപ്പത്തിരുത്തുക, ബുദ്ധിസ്ഥിരതയില്ലാത്തവരെ പോലെ പെരുമാറുന്ന കുറേ ഡയറക്ടർ ബോർഡ് മെമ്പർമാര് ശാന്തമായിട്ട് ഒന്നുകിൽ ബാലകൃഷ്ണപിള്ളയെ പോലെ ലക്കും ലഗാനും ഇല്ലാതെ നശിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നാരായണ പണിക്കരെ പോലെ നായരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ക്രിസ്ത്യാനിയുടെ അടുത്ത് പോവുകയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ സെക്രട്ടറി ഇന്നലെ ഒന്ന് പറയുക, ഇന്ന് വേറൊന്ന് പറയുക. അക്ഷരാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി, മറ്റുള്ളവരത് പൂരിപ്പിച്ചോട്ടെ എന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മോഹൻലാൽ ചങ്ങനാശ്ശേരിയിലേക്ക് മന്നൻ സമാധിയിൽ വന്നു, പിന്നെ ഉമ്മൻചാണ്ടി വന്നു, രമേശ് ചെന്നിത്തല വന്നു, സുധീരൻ വന്നു, പലരും വന്നു. യഥാർത്ഥത്തിൽ ഈ ബനാറസിലും ഗംഗാനദീ തീരത്തും എല്ലാം ശരിക്ക് ഹിന്ദു ശ്മശാനങ്ങൾ ധാരാളമുണ്ട്. ആ ശ്മശാനങ്ങളിൽ മരിച്ചുപോയ വ്യക്തിയുടെ ജഡം ദഹിപ്പിക്കണമെങ്കിൽ ഒരു ശ്മശാനം കാവൽക്കാരനുണ്ട്. അയാളുടെ അടുത്ത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് ഡെഡ് ബോഡി ദഹിപ്പിക്കുക. അത് ശ്മശാന കാവൽക്കാരനാണ്. ഇപ്പോൾ NSSന്റെ സെക്രട്ടറി ഒരു സമാധി കാവൽക്കാരനായിട്ടിരിക്കുകയാണ്. എന്നെ വന്ന് കാണണം, എന്നെ തൊഴണം, എൻ്റെ പെർമിഷൻ എടുക്കണം. കാരണം എനിക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, മന്നൻ സമാധിയുടെ കാവൽക്കാരനായിട്ടിരിക്കുക. എന്നിട്ട് കാണാൻ മെത്രാന്മാരെയും ബിഷപ്പുമാരെയും കർദിനാൾമാന്മാരെയും കാണാനായിട്ട് ഓരോ നായരും അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും വരുന്ന പോലെ എന്നെ വന്ന് ഓരോരുത്തർ കാണണം, എന്നിട്ട് തൊഴണം, വോട്ട് ചോദിക്കണം. അതിന് ഒരു സമാധി കാവൽക്കാരൻ വരുന്നവരുമായി ഒരുമിച്ച് ചേർന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നത് മാതൃഭൂമിയിലും മനോരമയിലും വരണം. വീരനായകൻ എന്ന തലക്കെട്ട് കിട്ടണം. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതെല്ലാം പത്രമാധ്യമങ്ങളിൽ വരണം. താൻ എന്തൊക്കെയോ ആണ് എന്ന് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയെല്ലാം നടത്തുമ്പോൾ
ഈ NSSന്റെ വിവിധ യൂണിറ്റുകളിലെ ശാഖകളുടെ പ്രവർത്തകര് തൻ്റെ നേതാവിനെ ജി സുകുമാരൻ നായരെ എത്ര നികൃഷ്ടവും നീചവുമായിട്ടാണ് കമന്റ് പറയുന്നതെന്നറിയാൻ ഇദ്ദേഹത്തിന് ഒരല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ കേട്ടത്, NSSലെ ജനറൽ സെക്രട്ടറി ഈ ചങ്ങനാശ്ശേരിയിൽ പണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്യൂണായിട്ടാണ് NSSന്റെ അകത്തേക്ക് കയറിയത്. അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയും എല്ലാം വളർന്നിട്ടുണ്ടെങ്കിലും മാനസികമായിട്ട് ഇപ്പോഴും NSS കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡെയിലി വേജസുകാരനായ ഒരു പ്യൂൺ തന്നെയായിട്ട് അദ്ദേഹം തുടരുന്നു എന്ന് NSSന്റെ ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതൊന്ന് അദ്ദേഹത്തിനെ അറിയിച്ചൂടെ? ഒരു സംഘടനയെ കുറേ കർദിനാൾമാരുടെ മുമ്പിലും ബിഷപ്പുമാരുടെ മുമ്പിലും കുറേ സമദൂര സിദ്ധാന്തവും പറഞ്ഞ് ബുദ്ധിസ്ഥിരതയില്ലാത്ത രീതിയിൽ ഒരു സംഘടനയെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ വലിച്ച് താഴെ ഇറക്കിക്കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർത്ത്? എന്തിനാ ഇങ്ങനെയുള്ള കനകസിംഹാസനത്തിൽ ഇരിക്കുന്നവനെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്? നമുക്കൊരു നേതാവിനെ വേണ്ടെങ്കിൽ ആ നേതാവിനെ മാറ്റാൻ ആത്മാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കരുതേ. NSS സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ അങ്ങ് സ്പ്ലിറ്റ് ആവട്ടെ. എന്തിനാ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു പ്രയോജനവും ഇല്ല. സമദൂര സിദ്ധാന്തവും പറഞ്ഞുകൊണ്ട് നമുക്ക് മന്ത്രിമാരിൽ നിന്ന് ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ഒരു നായരെ ആഭ്യന്തരമന്ത്രിയാക്കിയതോടുകൂടി ജി സുകുമാരൻ നായരുടെ അന്ത്യാഭിലാഷം കഴിഞ്ഞു. പിന്നെ ദേവസ്വം ബോർഡിൽ നക്കാപിച്ച കുറച്ച് പ്യൂണിൻ്റെയോ ക്ലർക്കിൻ്റെയോ പോസ്റ്റ് വരുമ്പോൾ അത് നായർക്ക് കിട്ടണമെന്ന അംഗീകാരം കിട്ടിയതോടുകൂടി ഹൈന്ദവ ജനതയെ രണ്ട് തട്ടിലാക്കാനും ഈ നായർക്ക് സാധിച്ചു. ബാലകൃഷ്ണപിള്ള സിൻഡ്രോം, ബാലകൃഷ്ണപിള്ള രോഗം എന്നാ ഇതിന് പറയാ, അല്ലെങ്കിൽ പിള്ള രോഗം, അതായിരിക്കും നല്ലത്. അത് തന്നെയാ സുകുമാരൻ നായർക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതോ ഒരു സംഘടനയ്ക്ക് വന്ന ഗതികേടാണെന്ന് വരെ പറയേണ്ടി വരുന്നു. മന്നത്ത് പത്മനാഭന്റെ സമാധി കാവൽക്കാരനായിട്ടിരുന്ന് അദ്ദേഹത്തിനെ അറിയിച്ചുകൊണ്ടാ സുധീരൻ വന്നത്. പ്രീവിയസ് ഡേയിൽ അറിയിച്ചു, തലേ ദിവസം അറിയിച്ചു, വരുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഫോണിൽ വിളിച്ചു. എന്നിട്ട് സുധീരനെ പോലെ മാന്യനായ ഒരു വ്യക്തി, കേരളം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാ സുധീരൻ. കോൺഗ്രസ്സുകാരോട് എതിർപ്പുണ്ടാവുമായിരിക്കാം, പലരോട് എതിർപ്പുണ്ടാവുമായിരിക്കാം, പക്ഷേ സുധീരനെ ബഹുമാനിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. ആ സുധീരൻ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കാണാൻ പോയില്ല എന്ന ഒരു ധാർഷ്ട്യം, പിള്ള സിൻഡ്രോം, സാധാരണ മനുഷ്യന് ചെയ്യാറുള്ളത് ഹൈന്ദവ ജനതയുടെ ആദർശപ്രകാരം അതിഥി ദേവോ ഭവ എന്നാ പറയാ. വീട്ടിലേക്ക് പറയാതെ കയറി വരുന്നവരാണ് അതിഥി. തിഥി നോക്കാതെ വരുന്നവനാണ് ആ തിഥി എന്ന് പറയുന്നത്. അങ്ങനെ സുധീരനെ പോലെ ഒരുവൻ വരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതിന് പകരം അയാൾ എന്നെ വന്ന് കണ്ടില്ല എന്ന ഒരു മാടമ്പി സ്വഭാവവും വെച്ചുകൊണ്ട് ഈ ജി സുകുമാരൻ നായരെ പോലെയുള്ളവർ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ, സെക്രട്ടറിയാണ് ഞാൻ, ശാഖ വൈസ് പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് കുറേ നായർ പേര്, മേനോൻ പേര്, പിള്ള പേര്, പണിക്കർ പേരിൻ്റെ വാല് ചേർത്ത് ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ തോന്നാറുള്ളത്, ഈശ്വര നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട ഗതികേട് വന്നല്ലോ എന്നാ തോന്നുക. ഒരു സമുദായത്തെ മുഴുവനും നിഷ്ക്രിയമാക്കി സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത് എന്തോ വലിയൊരു കാര്യമാണ് എന്ന് ധരിച്ച് അവനവൻ്റെ സമുദായത്തിനും അവനവൻ്റെ ധർമ്മത്തിനും അർഹതപ്പെട്ട ഒന്നും വാങ്ങിക്കാതെ ഇങ്ങനെ ഇവരെ പോലെയുള്ള സെക്രട്ടറിമാരെ ഇരുത്തിയിട്ട് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഇയാൾ പറയുന്നത് കേട്ട് കൈകൊട്ടി
ജീവിതാന്ത്യം വരെ ആ കസേരയിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയെ എന്തിനാ നിങ്ങൾ നശിപ്പിക്കുന്നത്? നന്മ നിറഞ്ഞ ഹൈന്ദവ ജനതയുടെ വിവിധ വിഭാഗങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റ് സംഘടനാ ഭാരവാഹികളും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ സമുദായികമായിട്ട് ലോവർ ലെവലിൽ നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഒപ്പിട്ട അതേ സുകുമാരൻ നായരുടെ താക്കോല് പോയി മുറി തുറക്കാൻ പറ്റിയില്ല, വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചപ്പോൾ എന്നുള്ളതെല്ലാം പറയുമ്പോൾ വ്യക്തമായിട്ട് സമുദായത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവണില്ലേ ഇപ്പോഴും പണ്ട് ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് ബുദ്ധിപരമായിട്ട് വളരാത്ത ഒരാളാണ് കനകസിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്ന്. എന്നെങ്കിലും NSS ഇത് തിരിച്ചറിയുമോ? ഹൈന്ദവ ജനതയുടെ ഐക്യത്തിനും ഭാരതീയ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്കും ഒരു വലിയ മന്നത്ത് പത്മനാഭൻ സൃഷ്ടിച്ചൊരു വലിയ പ്രസ്ഥാനത്തെയും ശരിക്ക് തിലോദകം കൊടുത്ത് കൊല്ലുന്ന ഒരു വ്യക്തിയെ എന്തിനാ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? മന്നത്ത് പത്മനാഭന്റെ പേര് പറഞ്ഞ ഈ കസേരയിൽ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും 1/3 ഭാഗം ഹൈന്ദവ ജനതയുടെ ഉന്നമനത്തിനും ബാക്കി 1/3 ഭാഗം എൻ്റെ രാഷ്ട്രമായ ഭാരതത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി മാറ്റിവെക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഒന്നും വായിച്ചിട്ടില്ലയോ? അല്ല, ഈ സുകുമാരൻ നായർ തരുന്ന ചായ സൽക്കാരവും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഊണും അന്നദാനം പോലെ സ്വീകരിക്കാനാണോ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായിട്ടിരിക്കുന്നത്? ഏതായാലും നിങ്ങളൊന്ന് ചിന്തിക്കണം. NSSനെ കുറിച്ച് ആരും ഒന്നും പറയില്ല. എന്തുകൊണ്ട് ആരും ഒന്നും പറയില്ല എന്ന് പ്രഗത്ഭനായ തിരുവനന്തപുരത്തെ NSSലെ ഒരു ശാഖാ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് വിട്ടുകളാ സാറേ, മുകളിലുള്ളവർ ഇരിക്കുന്നിടത്തോളം കാലം ആ സംഘടന നന്നാവില്ല, ഇനി അയാൾ ചത്തതിന് ശേഷം നോക്കാം ഈ സംഘടന നന്നാവോ എന്ന് ഒരു NSSലെ സെക്രട്ടറി പറയത്തക്ക വിധത്തിൽ അതപ്പതിക്കുന്നത് കണ്ടിട്ടും NSSലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിന് ഒന്നും സംഭവിക്കുന്നില്ലേ? ഹൈന്ദവ ജനതയുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല, ക്രിസ്ത്യാനികൾ അവർക്ക് വേണ്ടതെല്ലാം കൊണ്ടുപോകുന്നു സൈലന്റ് ആയിട്ട്, മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം പട്ടാപ്പകൽ വാരിക്കൊണ്ടു പോകുമ്പോൾ നീണ്ടു നിവർന്ന നെറ്റിയിൽ ചന്ദനവും തൊട്ട് ഒരു കുങ്കുമവും തൊട്ട് കണ്ടില്ലേ ഞാനാണ് ഭാരതത്തിൻ്റെ സംരക്ഷകൻ എന്നും പറഞ്ഞ് സമാധിയിൽ പൂ ചാർത്തൽ മാത്രം ജോലിയായിക്കൊണ്ട് ഒരു സെക്രട്ടറിക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ ഈ ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന വേദന അറിയാനുള്ള അവസരമുണ്ട്. പത്രം വായിക്കുന്ന സ്വഭാവമുള്ളവനാണെങ്കിൽ. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരുവന്റെ ഡെഡ് ബോഡി എന്തിനാ ചുമലിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്? തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്ന് ഒരു വരി പറയാറുണ്ട്. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം സഞ്ചരിക്കുന്നു. തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. നല്ലൊരു വരിയാണ്. മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മൃഗം നയിക്കുന്നു. അങ്ങനെ ജീവിക്കരുത് എന്നാണ് പൂർവികർ പറഞ്ഞിരിക്കുന്നത്. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ഒരു നിമിഷമേ ജീവിക്കുന്നുള്ളൂ എങ്കിൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം, നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിക്കരുത് എന്ന് നമ്മുടെ പൂർവികർ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം ആണെന്ന് തോന്നുന്നു. നാരായണ പണിക്കരുടെ 3 ദശാബ്ദക്കാലം കഴിഞ്ഞ് ഇനി സുകുമാരൻ നായരുടെ 3 ദശാബ്ദക്കാലവും കൂടി കഴിഞ്ഞു വേണ്ടിയിരിക്കും ഒരു പക്ഷേ ആ സംഘടനയ്ക്ക് മോചനവും മുക്തിയും നേടാൻ. ഇത്രയും പറഞ്ഞത് വളരെ വേദനയോടുകൂടിയാണ്. ശരിക്ക് മാതാമൃതാനന്ദമയിക്കും സായിബാബയ്ക്കും ആചാര്യന്മാർക്ക് നേരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ന്യൂനപക്ഷക്കാരും ഹിഡൻ അജണ്ടയോടുകൂടി ഓരോന്നും ചെയ്യുമ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സുകുമാരൻ നായരോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെയോ പ്രവർത്തകര് സമദൂരം എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിച്ച ജീവിതവും സംഘടനയെയും തൊലയ്ക്കുന്നത് അവസാനിപ്പിക്കണമേ
എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു സംഘടനയോടും ഒരു പ്രസ്ഥാനത്തോടും ഒരു വ്യക്തിയോടും പ്രത്യേക താല്പര്യമില്ല. പക്ഷേ അവസരം ലഭിച്ച് അത് ഉപയോഗിക്കാതെ കഴിഞ്ഞുപോയൊരു സെക്രട്ടറി, ആ നാരായണ പണിക്കരെ, ശരിക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കാറ് പോലും ലേലം വിളിച്ച് നാരായണ പണിക്കരുടെ ഒരു ചിത്രം പോലും ഒരു സ്ഥലത്തും വെക്കാതെ മരിച്ചു കഴിഞ്ഞപ്പോൾ ചൂലെടുത്ത് തോർത്തി തൂത്ത് ചാണകവെള്ളം തളിച്ച അതേ സുകുമാരൻ നായർക്കും നാരായണ പണിക്കർക്ക് സംഭവിച്ചത് സംഭവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം ഡയറക്ടർ ബോർഡ് അംഗങ്ങളോട് ചോദിക്കാൻ. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഇദ്ദേഹത്തിനെ മാറ്റാനൊന്ന് ശ്രമിച്ചുകൂടെ? ഈ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രണാമം.